നമസ്കാരം. നാം ഏവരും പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓഗസ്റ്റ് മാസം ആരംഭിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓഗസ്റ്റ് മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവിൽ ശുഭകരമാണ് എന്ന് പരാമർശിക്കാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഓഗസ്റ്റ് മാസം ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക, എന്തെല്ലാമാണ് അവരുടെ ജീവിതത്തിൽ ഈ മാസം സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ പരാമർശിക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ തന്നെ ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. വിശേഷാൽ മാസാദ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. അനുകൂലമാണ് സമയം. ഈ സമയം പൊതുവിൽ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് ശുഭകരമായി വന്ന് ഭവിക്കാം. പ്രധാനമായും മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പൊതുവിൽ അത്ര ശുഭകരമല്ലാത്ത ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. ചില വിഷമങ്ങൾ, ചില സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, മറ്റു ചില ടെൻഷനുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് ഈ മാസം, അതായത് ഓഗസ്റ്റ് മാസം കടന്ന് വരികയാണ്. ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കും. പ്രധാനമായും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾ എപ്രകാരം തരണം ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റാം തുടങ്ങിയ ചിന്തകൾ, സൽചിന്തകൾ മനസ്സിലേക്ക് നിറയാം. അതിനാൽ തന്നെ വന്നു ചേരുന്നതായ നെഗറ്റീവായ ചിന്തകളെ പരിപൂർണമായും ഒഴിവാക്കി മുന്നോട്ട് പോകുവാനുള്ള ശ്രമങ്ങൾ നടത്തുക. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാകാം. ശത്രുദോഷത്താൽ വലയുന്നവരാണ് എങ്കിൽ ചില കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ മാസം ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത് ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ ആത്മവിശ്വാസവും ധൈര്യവും നിങ്ങൾക്ക് അനിവാര്യമാണ്. അത് തീർച്ചയായും ഈ മാസം നിങ്ങളിലേക്ക് വന്നു ചേരും. ധനപരമായി പൊതുവെ അനുകൂലമാണ് സമയം. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരാം. അത് തരണം ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കൂടാതെ ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലം തന്നെയാണ് സമയം. ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം എന്ന് നിസ്സംശയം പറയാം. പൊതുവിൽ അനുകൂലമാണ് ഈ മാസം. ഈ മാസം ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ മാസം പരമശിവന് ധാര നടത്തുന്നത് ശുഭകരമാണ്. കൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക. ഭഗവാന്, വിഷ്ണു ഭഗവാന് പാൽപായസം കൂടി നടത്തി പ്രാർത്ഥിക്കുക. കൂടാതെ ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. എല്ലാ ദിവസവും അഥവാ നിത്യവും പരമശിവന് വെളുത്ത പുഷ്പവും ശ്രീകൃഷ്ണ ഭഗവാന് കാൽപാദങ്ങളിൽ തുളസിയും സമർപ്പിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. എന്നിരുന്നാൽ പോലും ചില വിഷമങ്ങളിലൂടെ കടന്ന് വന്നിരിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. ചില കാര്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കാത്തതായ ഒരവസ്ഥ, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്ന ധരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്നതായ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. സാമ്പത്തികപരമായ അല്പം ഞെരുക്കമോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതായ ധനം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ ചില പ്രശ്നങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഓഗസ്റ്റ് മാസം. അത്ഭുതകരമായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. എന്നാൽ എന്ത് കാര്യവും ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കുവാൻ പാടൂ. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ മനസ്സിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ വന്നു ചേരാം. അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ ചില കാര്യങ്ങൾ വന്ന് ഭവിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ ഉയർച്ച നൽകുന്ന ചില കാര്യങ്ങൾ ചിന്തിക്കാനോ പ്രവർത്തിക്കുവാനോ സാധിക്കും. പുതിയ ചില ആശയങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്താണ് എങ്കിൽ പോലും ജോലി ലഭിക്കാനുള്ള സാധ്യതയോ പഠനവുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള അവസരമോ വന്നു ചേരാം.
വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു മാസം തന്നെയാണ് ഓഗസ്റ്റ് മാസം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തുക. പൊതുവിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. അനുഭവിച്ചിരുന്നതായ ചില പ്രയാസങ്ങൾക്കും ചില കഷ്ടതകൾക്കും ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയം. ഈ സമയം പ്രധാനമായും നിങ്ങൾ പരമശിവനെ നിങ്ങൾ ആരാധിക്കുക. കൂടാതെ ഈ സമയം വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. ഈ മാസം നടത്തേണ്ട പ്രധാനപ്പെട്ട വഴിപാട് അത് കടും പായസവും അതേപോലെ തന്നെ ഗണപതി ഹോമവുമാണ്. തീർച്ചയായും നിങ്ങൾ ഈ വഴിപാട് നടത്തുക. കൂടാതെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഭഗവാന് ധാര നടത്തുന്നത് ശുഭകരമാണ്. പിൻവിളക്ക് കൂടി തെളിയിക്കുക. സാധിക്കുന്നവരാണ് എങ്കിൽ കൂവളമാല കൂടി ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് പാൽപായസം നടത്തുക. ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക. തീർച്ചയായും കാര്യങ്ങൾ കൂടുതൽ ശുഭകരമായി ഭവിക്കും. രോഹിണി, കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതായ ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം. എന്നാൽ ചില പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിഷമം നൽകുന്നു, അഥവാ എപ്രകാരം തരണം ചെയ്യണം എന്ന വ്യക്തമായ ഉത്തരം ലഭിക്കാത്തതായ ചില വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ആകുലതകൾ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വരാം. പ്രതീക്ഷിച്ചതായ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നില്ല, അല്ലെങ്കിൽ കൈകളിൽ ധനം നിൽക്കാത്തതായ ചില പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്ന് ഭവിക്കാവുന്ന മാസമാണ്. രോഗദുരിതങ്ങളാൽ ചില പ്രയാസങ്ങളുണ്ട്, അതിലും ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന, അനുകൂലമാകാവുന്ന സമയമാണ്. പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൈവായ്പ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. നൽകിയിരിക്കുന്നതായ കൈവായ്പ ഒരു പരിധിവരെ തിരികെ ലഭിക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുകയോ ജോലി മാറുകയോ ചെയ്യുവാൻ സാധിക്കുന്നതായ സമയം. വിദേശവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ് സമയം. വിഷമിച്ചിരുന്നതായ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയം. എന്നാൽ പ്രധാനപ്പെട്ടതായ ചില വഴിപാടുകൾ കൂടി ഈ മാസം നടത്തുന്നത് ശുഭകരമാണ്. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഗണപതി ഹോമവും ഭഗവതി സേവയുമാണ്. 2 വഴിപാടും ഒരേ സമയം നടത്തുക, അതായത് ഒരുമിച്ച് തന്നെ ചീട്ടാക്കണം. കൂടാതെ പരമശിവന് ധാരയും കൂവളമാലയും പിൻവിളക്കും നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ തീർച്ചയായും മുൻപ് പരാമർശിച്ച വഴിപാട് നടത്തുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ഇഷ്ടദേവതയെ ഭജിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം എപ്പോഴും ഓർക്കുക. പുണർദം നക്ഷത്രക്കാർക്ക് നിരവധിയാർന്ന പ്രശ്നങ്ങൾ ഉള്ളവരാണ്. ഇപ്പോൾ അത്തരം ചില അവസ്ഥകളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറയാം. പലവിധ പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ ചില വിഷമങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതാകുന്നു. അത് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുമാകാം. അത്തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. കൂടാതെ ഈ സമയം ധനപരമായ പ്രതീക്ഷിച്ച പുരോഗതി ലഭിക്കുന്നില്ല. വേണ്ടപ്പെട്ടവരുമായി ചില തർക്കങ്ങളുണ്ട്, അഥവാ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ. പ്രതീക്ഷിച്ചതായ ധനം കൈകളിലേക്ക് വരാതെ സാമ്പത്തികപരമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നതും വാസ്തവമാണ്. കയ്യിൽ പണം നിൽക്കാത്തതായ അവസ്ഥ. ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയമാണ്. ധനം കൈകളിലേക്ക് ഒരു പരിധിവരെ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനനുകൂലമായ ചിന്തകളും പുതിയ ആശയങ്ങളും കടന്നു വരാം. ബിസിനസ് പരമായി അത് ചെറുകിട ബിസിനസ്സാണ് എങ്കിൽ പോലും അല്പം ലാഭം നേടുവാൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ മാറുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാം. വിദേശത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ ഒഴിവായി കിട്ടുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. അത്തരത്തിലുള്ള ചില കാര്യങ്ങളും സംഭവിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകാം. സന്താനങ്ങളുടെ വിദ്യ, അതേപോലെ വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം.
കൂടാതെ ഈ സമയം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന രോഗദുരിതങ്ങൾ അല്പം ആശ്വാസം ലഭിക്കുന്ന സമയമാണ്. എന്നിരുന്നാലും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഈ സമയം പ്രത്യേകിച്ചും ഈ വഴിപാടുകൾ നടത്തുന്നത് ശുഭകരമാണ്. ദേവീക്ഷേത്രത്തിൽ കടുംപായസ വഴിപാടും ഗണപതി ഹോമവും നടത്തുക. അതോടൊപ്പം ശിവക്ഷേത്രത്തിൽ ധാരയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തുക. പിൻവിളക്കം നടത്തുവാൻ ശ്രദ്ധിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും ആയുർസൂക്ത പുഷ്പാഞ്ജലിയും നടത്തുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കും. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ്. അനുകൂലമാണ് സമയം എന്ന് പറയാം. എന്നാൽ ഈ സമയം നിങ്ങളുടെ മനസ്സിൽ ചില വിഷമങ്ങളാൽ എപ്രകാരം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതേക്കുറിച്ച് വ്യക്തതയില്ലാത്ത ഒരു സമയമാകുന്നു. പ്രതീക്ഷിച്ചതായ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നില്ല. ധനം കൈകളിൽ വന്നു ചേർന്നാൽ പോലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടമാകുന്ന അവസ്ഥ. ലഭിക്കേണ്ടതായ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നില്ല. പ്രതീക്ഷിക്കാതെ തന്നെ ചില അധിക ചെലവുകൾ വരുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ചില വിഷമങ്ങൾ, ചില തർക്കങ്ങളുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതായ അവസ്ഥ. ഇത്തരം ചില പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യുന്നു എന്ന് പറയാം. കൂടാതെ ഈ സമയം ജോലി ലഭിക്കുകയോ ജോലിയുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരമാകും എന്ന് പറയാം. ചില സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കാനോ ജോലി മാറാനോ ഉള്ള അവസരങ്ങൾ ലഭിക്കുന്നതായ സമയമാണ്. അത്തരം അവസരങ്ങളും വന്നു ചേരാം. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണ്ടതാണ്. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ഒരു പരിധി വരെ വന്നു ചേർന്നു എന്ന് വരാം. ഈ സമയം പ്രധാനമായും നിങ്ങളിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. വേണ്ടപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുകയോ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. പ്രത്യേകിച്ചും ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. സന്താനങ്ങളുടെ വിവാഹകാര്യം, വിദ്യ തുടങ്ങിയ കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതുമാണ്. പൊതുവിൽ അനുകൂലമാണ് സമയം. എന്നിരുന്നാലും വന്നു ചേരുന്ന ഈ പ്രശ്നങ്ങളെ അത് ശരിയായ രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ പതറിപ്പോകാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരുന്ന ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കരുത്തേകുന്ന ചില വഴിപാടുകളുണ്ട്. അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കുക. അതിൽ പ്രധാനമായും ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നത് ശുഭകരമാണ്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ നടത്തുക. അതോടൊപ്പം ധാരയും കൂടാതെ ദേവിക്ക് പിൻവിളക്ക് കൂടി നടത്തുക. സർവ്വ ഐശ്വര്യപ്രദമാണ്. അതോടൊപ്പം ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്തുക. അതോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ ആയുർസൂക്ത പുഷ്പാഞ്ജലിയും ഭഗവാന് തുളസിമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ഈ മാസം വന്നു ചേരും. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ചില പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് എപ്രകാരം തരണം ചെയ്യണം എന്ന വ്യക്തമായ ഉത്തരം നിങ്ങൾക്കില്ല. ചില മാനസികപരമായ വിഷമങ്ങളുണ്ട്. ചില വ്യക്തികളിൽ നിന്നും തിരിച്ചടികൾ നേരിട്ടതായ സമയം, അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിക്കുമോ എന്ന ഭയം നിങ്ങളിലുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കച്ചവടം, മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. ചില മാനസികപരമായ വിഷമങ്ങൾ വേണ്ടപ്പെട്ടവരിൽ നിന്നും സംഭവിച്ചതായ സമയം. അത്തരത്തിൽ പല കാര്യങ്ങളിലും ധനപരവും അല്ലാതെയും ആരോഗ്യപരമായും അത് കുടുംബത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടുമാകാം അത്തരത്തിൽ ചില വിഷമങ്ങളുമുണ്ട്. എന്നാൽ ഓഗസ്റ്റ് മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒരു പരിധി വരെ ആശ്വാസം നിങ്ങൾക്ക് വന്നു ചേർന്നു എന്ന് വരാം. പറയുന്നത് പൊതുഫല പ്രകാരമാണ്. ആ കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ പൊതുവിൽ നിങ്ങൾക്ക് ഈ സമയം പല കാര്യങ്ങളിലും ആശ്വാസം വന്നു ചേരാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയമുണ്ട്. ആഗ്രഹിച്ച തൊഴിൽ തന്നെ ആകണം എന്നില്ല. എന്നിരുന്നാലും തൊഴിൽ ലഭിക്കുകയോ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങളോ വന്നു ചേരാം. തൊഴിൽ മാറുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ലോൺ, ചിട്ടി അത്തരം കാര്യങ്ങൾ അനുകൂലമാകാം. കൂടാതെ ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. അതിനാൽ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങളെ ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം.
കൂടാതെ പുതിയ തൊഴിലിനുള്ള സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. എന്നാൽ പണം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. അതിനാൽ ചെലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പ്രത്യേകമായി പുലർത്തേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതയും കൂടാതെ സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരുക, ശുഭവാർത്തകൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. മനസ്സിൽ വന്നു ചേർന്നിട്ടുള്ളതായ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. മനോബലവും ധൈര്യവും വർദ്ധിക്കുന്നതായ സമയമാണ്. ഭാഗ്യം തുണയ്ക്കും. അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. എന്നാൽ ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ പരമശിവനെ ആരാധിക്കുന്നത് ശുഭകരമാണ്. ശിവക്ഷേത്രത്തിൽ കൂവളമാലയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുകയും അതേപോലെ തന്നെ ഗണപതി സ്വാമിക്ക് കറുകാമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ആയുർസൂക്ത പുഷ്പാഞ്ജലിയും തുളസിമാലയും ഭഗവാന് ചാർത്തുക. ഈ കാര്യങ്ങൾ ചെയ്ത് ഈ മാസം മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളെയും പല ദോഷകരമായ ഫലങ്ങളെയും തടഞ്ഞു നിർത്തുവാൻ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അതിനുള്ള ആത്മധൈര്യവും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും. വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. ചതയം നക്ഷത്രക്കാർക്ക് പൊതുവിൽ പലവിധ പ്രശ്നങ്ങളുള്ളവരാണ് എന്ന് പറയാം. വളരെ കാലമായി അത്ര ശുഭകരമല്ലാത്ത ഫലങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാർ. എന്നാൽ ചില മാറ്റങ്ങൾ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ സമയം നീട്ടിക്കിട്ടി എന്ന് വരാം. കൂടാതെ ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകാം. ആഗ്രഹിച്ചതല്ല എങ്കിൽ പോലും ചില ജോലികൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ മാസം കൂടുതലാകുന്നു. വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഒരു പരിധിവരെ വിജയം കാണാം. കൂടാതെ ഈ സമയം മനസ്സിനെ അലട്ടിയിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങളാൽ മനസ്സ് നിറയുന്നതായ ചില സമയങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലമാണ്. വേണ്ടപ്പെട്ടവർക്ക് പല കാര്യങ്ങളും അനുകൂലമായി ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട പിന്തുണകൾ, അനുകൂലമായ കാര്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചില വിശേഷപ്പെട്ട വ്യക്തികളെ കാണുവാനും അവരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തുക. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നതിലൂടെ ചതി ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ മാസം ചില വഴിപാടുകൾ നടത്തുന്നത് ശുഭകരമാണ്. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നതിനോടൊപ്പം ഭഗവതി സേവ നടത്തുക. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും ഭഗവാന്, അതായത് സാക്ഷാൽ പരമശിവന് ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിക്കുക. കൂടാതെ ഈ സമയം വിഷ്ണു ഭഗവാന് തുളസിമാല ചാർത്തുന്നതും ആയുർസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ഈ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക. വിശാഖം നക്ഷത്രക്കാർക്കും ഈ സമയം പൊതുവിൽ അനുകൂലമാണ് എന്ന് പറയാം. ചില വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും തരണം ചെയ്യുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. പണം വേണ്ടതുപോലെ കൈകളിലേക്ക് വന്നു ചേരുന്നില്ല എന്ന പ്രശ്നം നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. കൂടാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില പ്രവൃത്തികൾ അത് നിങ്ങളെ വളരെയധികം മാനസികപരവും അല്ലാതെയുമായി തളർത്തുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വിചാരിച്ചതുപോലെ ഉയർച്ചയില്ല, അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നില്ല, ധനം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ. ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. ഭദ്രകാളി ക്ഷേത്രത്തിൽ തീർച്ചയായും രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഈ വഴിപാട് നടത്തുന്നതിലൂടെ ശത്രുദോഷവുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുകയോ നീട്ടിക്കിട്ടുകയോ ചെയ്യാം. കൂടാതെ തൊഴിൽ ലഭിക്കുകയോ തൊഴിൽ മാറുകയോ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം.
കൂടാതെ ഈ സമയം പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. പരിഹരിക്കപ്പെടുവാൻ സാധിക്കാത്തതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിലും ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക, വിദ്യയിൽ ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ചില കാര്യങ്ങൾ വേണ്ടപ്പെട്ടവർക്കായി ചെയ്യുവാൻ, കുടുംബാംഗങ്ങൾക്കായി ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ചില പിന്തുണ പ്രത്യേക കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. അത്തരത്തിൽ പൊതുവിൽ അനുകൂലമാണ് സമയം. എന്നാൽ ഈ സമയം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തുക. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. തീർച്ചയായും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തുക. കൂടാതെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് തുളസിമാലയും പാൽപ്പായസവും നടത്തുക. അതായത് തുളസിമാല ചാർത്തുകയും പാൽപ്പായസ വഴിപാട് നടത്തുകയും ചെയ്യുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ മാസം കൂടുതൽ അനുകൂലമായി തീരും. അനിഴം നക്ഷത്രക്കാർക്ക് സുഖദുഃഖങ്ങൾ മാറിമറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതായ അവസ്ഥ. ചില സന്തോഷങ്ങൾ പെട്ടെന്ന് ദുഃഖത്തിലേക്ക് വഴിമാറുന്നു, അല്ലെങ്കിൽ ദുഃഖം പെട്ടെന്ന് വന്നു ചേരുന്നു. കൂടാതെ പ്രതീക്ഷിച്ച കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല. ചില കാര്യങ്ങളിൽ ധനപരമായ നഷ്ടങ്ങൾ, ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ, ധനം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. മാനസികപരമായ ചില വിഷമങ്ങളുണ്ട്. വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ചില തർക്കങ്ങളുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നു. ഇത്തരം ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരു പരിധിവരെ കണ്ടെത്തുവാൻ സാധിക്കുന്ന മാസമാണ് ഓഗസ്റ്റ് മാസം. ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. ധനപരമായ ഉയർച്ച വന്നു ചേരാം. കൂടാതെ കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൈവായ്പ ലഭിക്കുകയോ അല്ലെങ്കിൽ നൽകിയതായ കൈവായ്പ തിരികെ ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ചെറുകിട ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചില ആശയങ്ങൾ വന്നു ചേരുക. ലാഭം അല്പം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ആരെയും അമിതമായി വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് ആഗ്രഹിച്ച ജോലി തന്നെ ആകണം എന്നില്ല. വിദേശത്താണ് എങ്കിലും നാട്ടിലാണ് എങ്കിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ തൊഴിൽ മാറാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം, അഥവാ അനുകൂലമായി ഭവിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാം. ചില തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഇത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാണ്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തുക. പ്രത്യേകിച്ചും നിങ്ങൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവയും അതോടൊപ്പം ഗണപതി ഹോമവും നടത്തുക. ശിവക്ഷേത്രത്തിൽ ധാരയും കൂവളമാലയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. 4 വഴിപാട് തന്നെ നടത്തുവാൻ പ്രത്യേകം ഓർക്കുക. കൂടാതെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് തുളസിമാലയും പാൽപ്പായസവും നടത്തി പ്രാർത്ഥിക്കുക. ഈ വഴിപാടുകൾ ഈ മാസം നിങ്ങൾക്ക് ഒരു പരിധിവരെ മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും എന്ന കാര്യവും ഓർക്കുക. തൃക്കേട്ട നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ചതായ ഉയർച്ച വന്നു ചേരുവാൻ സാധിക്കാത്തതായ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നതാണ് വാസ്തവം. പലവിധ പ്രശ്നങ്ങളുണ്ട്. അതിൽ ചിലത് മനസ്സിൽ തന്നെ ഒതുക്കുന്നതായ അഥവാ നിങ്ങളുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്നതായ ചില പ്രശ്നങ്ങളാണ്. അത്തരത്തിൽ ചില മാനസികപരമായ പ്രയാസങ്ങളുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തതായ ചില വിഷമങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അല്പമുണ്ട്. ഇതിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ആഗ്രഹിച്ചതായ തൊഴിൽ ലഭിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കൈവായ്പ, ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. നൽകിയിരിക്കുന്നതായ കൈവായ്പ പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കാം. എന്നിരുന്നാലും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകണം.
വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തണം. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പല കാര്യങ്ങളും അനുകൂലമായി ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ആഗ്രഹിച്ച ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ ഈ മാസം മറ്റ് ജോലികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തേക്ക് പോകുവാനുള്ള ചില സാഹചര്യങ്ങൾ അനുകൂലമാകാം. അത്തരത്തിൽ പൊതുവെ അനുകൂലമാണ്. ചെറുകിട ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ശുഭകരമായി സംഭവിക്കുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കടബാധ്യതകൾ ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ അനുകൂലമാണ് കാര്യങ്ങൾ. വിവാഹവുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ഈ സമയം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില ദോഷഫലങ്ങൾ വന്നു ചേരാം. അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സഹായകരമായ ചില വഴിപാടുകളുണ്ട്. അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. ഈ മാസം പ്രത്യേകിച്ചും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കടുംപായസ വഴിപാട് നടത്തുക. ഗണപതി സ്വാമിക്ക് കറുകാമാല ചാർത്തുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ ആയുർസൂക്ത പുഷ്പാഞ്ജലിയും തുളസിമാലയും ചാർത്തുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.